ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോടും വർഷയോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ക്യാഷ് തരുന്നത് എങ്ങനെയാ, നിങ്ങളുടെ കയ്യിലോ അതോ ഭർത്താക്കന്മാരുടെ കയ്യിലോ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യില് എന്ന്. ശരിക്കും പാർലറേടത്തിയുടെ അച്ഛൻ പാർലറേടത്തിയുടെ കയ്യിലല്ലേ ക്യാഷ് കൊടുക്കേണ്ടത്? ഇവൻ പറയുന്നു ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാ, അതിലെന്തോ ദുരൂഹതയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയും ആൻറ്റി സച്ചി എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്, അസൂയും കുശുമ്പൊക്കെ ഉള്ളവർ ഇങ്ങനെ പറയും മോളെ, അവന്റെ ഭാര്യ വീട്ടുന്നേ ഒന്നും അവന് കിട്ടാനില്ല എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ നിങ്ങൾ എന്താ എൻ്റെ തലക്കിട്ട് കൊട്ടാത്തതെന്ന്. എന്നെ പറയാതെ നിങ്ങൾക്ക് ഉറക്കം വരില്ല അല്ലേ? അധ്വാനിക്കാൻ ശേഷിയുള്ള നാണവും മാനവും ഉളുപ്പുള്ള മീശ വെച്ച ആണുങ്ങളാരും ഭാര്യ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാറില്ല, ആ വീട്ടിൽ നിന്നും ഒന്നും കൈപ്പറ്റാറില്ല എന്നങ്ങ് രേവതി പറഞ്ഞത് നമ്മുടെ സച്ചിയാണെങ്കിൽ അടിപൊളി. എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെ ഒരാളാണ്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താൽ പോലും സച്ചിയേട്ടൻ അത് വാങ്ങാൻ പോകുന്നില്ല എന്ന് പറയാട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ആകെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സച്ചി എണീറ്റ് കൈയടിക്കും. എന്നിട്ട് അടിപൊളി രേവതി, നീ ഇങ്ങ് വന്നേ, നിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കട്ടെ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും രേവതിക്ക് ചൂടായിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറയണേ. പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.